ഹലോ, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താ എങ്ങനെയാണ്. എന്തായാലും നമുക്കത് ഊരി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ ത്രെഡ് പോലത്തെ സാധനം അതൊക്കെ ഊരി റെഡിയാക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുട്ടി റൈസ് ഉണ്ടാക്കാം, കുറച്ച് റൈസും, അങ്ങനെ ഒരു 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 മീൽ ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഹായ് സുന്ദരീസ്, വെൽക്കം ടു അസ്വി വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കൊരു കുട്ടി റൈസും ഈ സോസേജ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, റൈസ് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കാം. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതെല്ലാം നുറുക്കിയിട്ടിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും റൈസ് ഉണ്ടാക്കാം. ഈ സോസേജ് വെച്ചിട്ടും എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഇന്നൊരു എന്തെങ്കിലും കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. നമുക്കൊരു 3/4 കപ്പ് റൈസ് എടുക്കാം, അത്ര മതി. അപ്പോൾ നമുക്ക് റൈസ് കഴുകി കുതിർക്കാൻ വേണ്ടി വെക്കാം. അതവിടെ ഇരിക്കട്ടെ. കുക്കറിൽ കുറച്ച് നെയ്യ്, അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊന്നും കുറേ പേർക്ക് ഇഷ്ടമല്ലാത്തതാണ്, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിടാം, പെട്ടെന്ന് വഴട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ നമുക്ക് വേറെയും വെജിറ്റബിൾസ് ഇടാം. ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇടാവുന്നതാണ്. വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിൽ മറ്റേ ബ്രോക്കലി ഇടുന്നവരുണ്ട്, കോളിഫ്ലവർ ഇടുന്നവരുണ്ട്, പൊട്ടറ്റോ ഇടുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവാം കേട്ടോ. പിന്നെ സവോള ഇങ്ങനെ നടുകീറി, പച്ചമുളക് നടുകീറിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. തെറ്റിപ്പോണില്ലേ? എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ഥിരം ചെയ്യുന്ന റെസിപ്പി തന്നെയാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. വേറൊരു എക്സ്ട്രാ സാധനം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് നമുക്ക് പൂർണ്ണമായിട്ട് വേവണം എന്നില്ല, കാരണം നമ്മൾ കുക്കറിൽ അരിയും കൂടി ഇട്ടിട്ട് വേവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു കപ്പിന് 1.25 കപ്പ് വെള്ളമായിട്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കണമെന്ന് വെച്ചാൽ 1.25 ഗ്ലാസ് വെള്ളം, എന്തിലാണോ എടുക്കണം അത് കേട്ടോ. അന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വിസിൽ വെച്ചിട്ട് 3 മിനിറ്റ് സിമ്മിലാക്കി ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മൂവിയൊക്കെ കാണാൻ പോയപ്പോൾ ഞാൻ സ്റ്റോറീസിലിട്ടിട്ടുണ്ടായിരുന്നു. വ്ളോഗും കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ട്. അപ്പോൾ ഇത് ഗോവൻ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസേജസ് പല രീതിയിൽ വരുന്നുണ്ട്. ചിക്കൻ സോസേജ് ഉണ്ട്, പിഗിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് പിഗിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഇങ്ങനത്തെ ഒരു തിന്നായിട്ടുള്ള ഒരു പേപ്പർ പോലത്തെ ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ നിറച്ചിട്ട് ഓരോരോ ഈക്വൽ മെഷർമെൻറ്റ്സിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് 4 രൂപയാണ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇതിങ്ങനെ സ്ട്രിപ്പായിട്ട് മേടിക്കാം. ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഇങ്ങനെ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് തന്നതാണ് ആൾ. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് കഴിക്കണത് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ റെസിപ്പി നോക്കി എക്സാക്റ്റ് അതല്ല നമ്മൾ ഫോളോ ചെയ്യണം, ഏകദേശം അതേപോലെ നമുക്ക് ഫോളോ ചെയ്യാം. ഈ സോസേജ് കുക്കറിലിട്ടിട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ പൊട്ടേറ്റോ ഇതേപോലെ നീളത്തിൽ നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൽ പൊട്ടേറ്റോ അരിഞ്ഞിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഇതിൻ്റെ നെയ്യ് പോലെയുള്ളത് നന്നായിട്ട് വരില്ലേ, അപ്പോൾ അത് കുറേയൊക്കെ ഈ പൊട്ടറ്റോ വലിച്ചെടുക്കും. പിന്നെ നമുക്കൊരു 1 to 2 വിസിൽ മതി. ചിലത് കുക്കറിൽ തന്നെ വെക്കില്ല കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയുള്ളൂ. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. വേവ് കൂടിയാലും കുഴപ്പമില്ല, കുറേ ഉണ്ടാവും വിചാരിച്ചിട്ട്. സൈഡിൽ ഞാൻ ബ്രെഡ് ശരിയാക്കുന്നുണ്ട് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇതേ കണ്ടു, ഇപ്പോൾ ഇത്ര നെയ്യ് വന്നിട്ടുണ്ട്. ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ട് ഒരു വിസിലും കൂടി ആക്കി. എന്നിട്ട് അതിൽ വരുന്ന നെയ്യ് ഊറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ ഞാൻ സവോള ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതേ നെയ്യിൽ വേറെ എണ്ണ നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ. ഈ സോസേജ് വേവിക്കുമ്പോൾ കിട്ടുന്ന നെയ്യില്ലേ, അത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, വേറെ എടുക്കുന്നില്ല. വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, പക്ഷേ നമുക്ക് ഓൾറെഡി ഇന്നുള്ള നെയ്യുള്ള കാരണം വേറെ എടുക്കണില്ല എന്നുള്ളൂ. സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് സ്റ്റൗവിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പനീർ എന്താ അവിടെ സൈഡിൽ അവിടെ നമ്മൾ പനീറാണ് കേട്ടോ മുറിക്കണത്. ഇതൊന്ന് നമുക്ക് നെയ്യിലൊന്നിങ്ങനെ വഴറ്റി ഒരു നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം നമുക്ക് റൈസിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ചെറുതാക്കി നുറുക്കാം കേട്ടോ പനീർ. അപ്പോൾ ഇത് നമുക്ക് ആ നെയ്യിലിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, വേണമെങ്കിൽ സിനമൺ പൗഡർ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ പനീറിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടിത് ഇങ്ങനെ ടോസ്റ്റ് പോലെയായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. റൈസിലിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ സോസേജിലേക്ക് വേണ്ടിയിട്ട് സവോളയുടെ കൂടെ നമുക്ക് തക്കാളി വേണമല്ലോ, അപ്പോൾ അത് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെക്കുന്നുണ്ട്. പാരലായിട്ട് ഇത്
മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രാത്രിയിലേക്കുള്ള കറി ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം നമുക്ക്, അതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഈ സവോളയ്ക്ക് എല്ലാ മസാലാസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് സിനമൺ പൗഡർ, അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പിസ്സ ടോപ്പിംഗ് ഇല്ലേ അതുണ്ടായിരുന്നോണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഗോവൻ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഈ കുക്കറിൽ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചില്ലേ അതുപോലെ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കുക ചെയ്യുക. എന്ന് വെച്ചാൽ സവോളയും തക്കാളിയൊന്നും ഇതേപോലെ വഴറ്റണം അതുപോലെ ഒന്നും ചെയ്യില്ല. കുക്കറിൽ ജസ്റ്റ് ആ സോസേജും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കും, അത്രേ ഉള്ളൂ. കാരണം ഈ സോസേജിൽ ഓൾറെഡി മസാലാസ് കുറച്ചുണ്ട് ഇത്രേ. പക്ഷെ നമുക്കിതൊന്നും കഴിച്ച് പരിചയമില്ലാത്ത കാരണം ചിലപ്പോൾ ടേസ്റ്റ് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായ രീതിയിൽ കുറച്ചൊരു മാറ്റം വരുത്താൻ വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ സവോളയൊക്കെ വഴറ്റി കുറച്ച് മസാലാസൊക്കെ ഇട്ട് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് പിന്നെ കുറച്ച് തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ യൂഷ്വൽ മസാല ഉണ്ടല്ലോ ആ മസാല അതിന് ശേഷം നമ്മുടെ ഈ സോസേജ് വെന്തത് പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിക്ക് ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്കിതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്കിതൊന്നും അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട്. എനിക്കിത് കുറേ നാളായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇതിങ്ങനെ കാണുമ്പോഴേ അപ്പോൾ ഏട്ടനും പറയായിരുന്നു, ഓ കൊള്ളാലോ നമുക്ക് നോക്കാം നല്ല രീതിയിൽ. എനിക്കിങ്ങനെ പുതിയ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടില്ലായിരിക്കും, കുറേയൊന്നും ചിലപ്പോൾ കഴിക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്നാലും പുതിയ തരം ഫുഡൊക്കെ ഒന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണത് ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നാറ്. പണ്ടൊന്നും നമ്മുടെ വീട്ടിൽ ബീഫ് തന്നെ വെക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ബീഫ് കഴിച്ചതായിട്ട് ഓർമ്മ വരുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലിപ്പോൾ ഞാനൊക്കെ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് വീട്ടിലൊക്കെ ബീഫ് വെച്ച് തുടങ്ങിയത്. കാരണം ചിക്കനല്ലേ കൂടുതൽ കിട്ടണത്, അപ്പോൾ ആ രീതിക്ക്. പക്ഷേ ബീഫ് പിന്നീട് ഇഷ്ടമായി തുടങ്ങി നന്നായിട്ട്. ഇപ്പം എനിക്ക് ചിക്കനേക്കാളും ഇഷ്ടം ബീഫാണ്. പിന്നെ അത് ആ കുക്കറിലേക്ക് ഉണ്ടല്ലോ അത് നമ്മൾ ഇത് വഴറ്റി വെച്ചിരിക്കണ പിഗ് വഴറ്റി വെച്ചിരിക്കണമെങ്കിൽ അതിൽ ഞാൻ പനീറിന്ന് ബാക്കി വന്നാൽ കുറച്ച് നെയ്യ് ഒഴിച്ചുവിടും. റൈസിലായി കഴിഞ്ഞാൽ വല്ലാണ്ട് നെയ്മയമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. റൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പനീർ റൈസ് റെഡി ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ റൈസ്. എനിക്ക് മാത്രമല്ല വീട്ടിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ സവോളയും തക്കാളിയൊക്കെ ഏകദേശം വഴറ്റി നന്നായിട്ട് നല്ല മസാല പോലെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സോസേജ് വേവിച്ചത് വിത്ത് പൊട്ടറ്റോ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പുതിയ ടേസ്റ്റാണ്, ഇൻ കേസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം, അത്രയേ ഉള്ളൂ. ആ രീതിക്ക് നോക്കി മേടിച്ചതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം, അല്ല ഈ ഒരു പരുവത്തിൽ ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, അല്ല കുറച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ ആവാം. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു നോക്കുകയാണ്. ഓക്കേഷാണ് കേട്ടോ. എനിക്ക് ലേശം ഒരു പുകച്ചോയ പോലെ തോന്നി. അത് നമ്മുടെ ഈ ടിക്കിയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനത്തെ വരുന്നൊരു പുകസ്വാദില്ലേ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അതല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ സോസേജും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം രാത്രിയിലേക്ക്. അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് കാഷ്നട്ട് 4-5 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കസ്കസ് കുറച്ച് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അത് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കാഷും കസ്കസാണ് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. നമ്മൾ കുക്കറിൽ കുറച്ച് ക്യാരറ്റും ബീൻസ് ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് പച്ചമുളകും ഇട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു വിസിലാകുമ്പോഴേക്കും ഇത് വേവുമല്ലോ, അധികം സമയമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഓക്കെ, അത് പെട്ടെന്ന് ആയിക്കോളും. ക്യാരറ്റ് ബീൻസൊക്കെ പെട്ടെന്ന് വേവും. ആ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് തേങ്ങ, ഞാൻ കുറേ നാൾ വരെ തേങ്ങ പാലാണ് എടുത്തിരുന്നത്. പക്ഷെ എനിക്ക് ഇതാണ് കുറേ കൂടി എളുപ്പമായിട്ടും അതേപോലെ ടേസ്റ്റി ആയിട്ടും തോന്നുന്നത്. കുറച്ചുകൂടി കട്ടിയൊക്കെ ഉണ്ടാവും കറിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങ അരക്കുകയാണ് ചെയ്യണത്. തേങ്ങയിൽ കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, ജീരകം ഉണ്ടോ അവരുന്നുകൊണ്ട് ജീരകം ഇട്ടാലും കുഴപ്പമില്ല. കുരുമുളകും പിന്നെ കാഷ്യും കസ്കസും കൂടി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് സാലഡ് ഉണ്ടാക്കാം ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതിനായിട്ട് ഒരു 4-5 സ്പൂൺ കട്ടത്തൈര്, നമ്മൾ വീട്ടിൽ തന്നെ ഉറവിച്ച കട്ടത്തൈര്, അതിലേക്ക് കുറച്ച് സവോള, പിന്നെ കുറച്ച് തക്കാളി വേണമെങ്കിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിടാം. കുക്കുമ്പർ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കുമ്പറും അരിഞ്ഞിടാവുന്നതാണ്. നമുക്ക് റൈസിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുക്കുമ്പറും കൂടി ഇടുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ട തൈരായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം പുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ രീതിക്ക് അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ ഉച്ചയ്ക്കുള്ളതെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി രാത്രിയിലത്തെ കറി നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലൊരു ലേശം മാത്രം സവോള ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അധികം വഴട്ടി ബ്രൗൺ ഷെയ്ഡൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സവോള വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും അതിൽ നിന്ന് ബേ ലീഫിനെടുത്ത് ഒറ്റ തട്ട്, കാരണം നമുക്ക് അവനെ ആവശ്യമില്ല. അപ്പോൾ അതിനങ്ങ് മാറ്റിയിട്ട് നമുക്ക് ക്യാരറ്റും ബീൻസൊക്കെ വേവിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്, ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമ്മുടെ കൂട്ടുണ്ടല്ലോ, തേങ്ങ, കാഷ്നട്ട്, കസ്കസ്, കുരുമുളക് എല്ലാം കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ രാത്രിക്കുള്ളതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ കറിയാണ്, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടം, ഏട്ടനും നല്ല ഇഷ്ടമാണ്, അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു പച്ചമുളകും കൂടി കീറിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, റെഡി. രാത്രി ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഉച്ച ഭക്ഷണം കഴിക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഏട്ടനോട് ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. റൈസ് റെഡി ആയിട്ടുണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ നമ്മുടെ സോസേജും ഉണ്ട്, എല്ലാം സെറ്റാണ്. റൈസ് നല്ല രസമാണ് കേട്ടോ, സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ്. എസ്പെഷ്യലി പനീറൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിട്ടുണ്ടാവും. സാലഡിനൊപ്പം മാത്രം കഴിച്ചാലും നല്ല രസമാണ്. അപ്പം നമ്മുടെ ഈ സോസേജ് കുറച്ച് ഡ്രൈ ഡിഷല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടന് വന്നു, ഏട്ടനും കഴിച്ചപ്പോൾ ചെറുതായിട്ടൊരു പുകസ്വോ അതുപോലെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനിയും കഴിക്കാമെന്ന് ചോദിച്ചാൽ ഇല്ല, ഇനി കാണുകയാണ്, അങ്ങനെ വേണം തോന്നുകയാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്ര ടേസ്റ്റിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മേ ബി അത് പരിചയം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇൻ കേസ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ഗോവയിൽ വരികയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. നാളെ കാണാം കേട്ടോ, ബൈ.